നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മഞ്ജു? രാവിലെ ആകെ ധൃതി പിടിച്ചിറങ്ങിയപ്പോഴേ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു. അത് സാരമില്ല മോളെ, നമുക്ക് ഷെയർ ചെയ്യാം. അയ്യോ അത് വേണ്ട സർ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇത് ധാരാളം. ഇല്ല സർ, അത് കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോളാം. അല്ലെങ്കിൽ ബിജുക്കൂട്ടം വാങ്ങിക്കൊണ്ടുവരും. വേണ്ട സർ, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്താൻ നല്ലതാ. അല്ല, ഗിരിയേട്ടൻ എന്താ ഇവിടെ? നീ ഇത് അടുക്കളയിൽ മറന്നു വെച്ചു. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ മാറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മാറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പോലീസുകാരെ കണ്ണെടുത്ത കണ്ടുവിടാത്ത ഗിരി തന്നെയാണോ ഭാര്യയ്ക്ക് ചോറും പാത്രമായിട്ട് വന്നേക്കണേ? ഒരാണ് ഇത്രയ്ക്ക് തരം താഴാവാ. സംഗതി തന്നെ എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ താൻ കാരണം എനിക്ക് വലിയൊരു ഉപകാരം ഉണ്ടായി. ഇവളെ എനിക്ക് ഭാര്യയായി കിട്ടി. നകുലനുമായിട്ടുള്ള ഇവളുടെ കല്യാണം താൻ മുടക്കില്ലായിരുന്നെങ്കിൽ ഇവളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടുമോ? ഇല്ല. താൻ കാരണം ഇത്രയും നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയില്ലേ, അതിന് തന്നോട് എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും വൃത്തികേട് താൻ പറഞ്ഞാലും ഞാനതങ്ങ് കേട്ടില്ലെന്ന് വയ്ക്കും. പക്ഷേ എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ എന്താ സംഭവിക്കാന്ന് ഫ്രാൻസിസിന് അറിയാലോ. അറിയാം. എന്നെ പരീക്ഷിക്കല്ലേ. മഞ്ജുമോളെ, ഇതെപ്പോ? മോള് പുറത്തോട്ടൊന്ന് വന്നേ, ഏട്ടന് കുറച്ച് സംസാരിക്കാനുണ്ട്. കണ്ട, അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല. അതെ സാറേ, അവർ തമ്മിൽ സ്നേഹ. എന്നാൽ ഇവരെങ്ങനെയാ ഇത്രയും പെട്ടെന്ന് കമ്പനി ആയത്? കണ്ണ് വെക്കാതോ, അവരെ നന്നായിട്ടൊന്ന് ജീവിച്ചോട്ടെ. ഭാവിച്ചിക്കൂട്ടാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ വെറുതെ ഫ്രാൻസിസിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയത്. ഇതെന്തായാലും കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ആളുകളെ കണ്ട എന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കാൻ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? മഞ്ജു, എന്റെ അമ്മ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നുള്ളത് എനിക്കൊരു വിഷയമാണ്. അതുകൊണ്ട്
നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറാതെ അമ്മയുടെ മുന്നിൽ എനിക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ വേറെ ഒരുത്തിനെയും എനിക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്നല്ലേ ഫ്രാൻസിസിനെ പോലുള്ളവർ പറഞ്ഞു നടക്കുന്നത്. ഇവരൊക്കെ നമ്മളെ ഇങ്ങനെ കളിയാക്കുന്നത് നമ്മൾ അതിന്റെ ദേഷ്യം പരസ്പരം കാണിക്കാൻ വേണ്ടിയാ. നമ്മളിങ്ങനെ കുത്തി നോവിക്കുമ്പോ അവർക്കൊരു സുഖം കിട്ടും. അതിനു വേണ്ടിയിട്ട് അത് നടക്കില്ല എന്നും നമ്മൾ തമ്മിൽ ഒരു വഴക്കുമില്ലെന്നും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്ത അതോടെ അവർ ഈ സംസാരം അങ്ങ് നിർത്തും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. വെറുതെ പുറത്തുനിന്നുകൂടി പ്രശ്നങ്ങൾ കൊണ്ടുവരണ്ട. ഈ ഫ്രാൻസിസിനെ പോലുള്ളവരെ നീ പേടിക്കേണ്ട കാര്യമില്ല. നീ ഗിരിയുടെ ഭാര്യ, അത് മറക്കണ്ട. എന്നാ ശരി.